ഇപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പൊതിയായിട്ടാണ് ഇത് അടുപ്പില്ല കേട്ടോ. പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ വാളമ്പയർ മെഴുക്കോട്ടിയാണേ. പിന്നെ ഉണക്ക ചെമ്മീനും തേങ്ങയും കൂടെ ചതച്ചത്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ചമ്മന്തി കേട്ടോ, നമ്മുടെ കോവയ്ക്ക ചമ്മന്തി. പിന്നെ മുട്ട പൊരിച്ചതാണ്. മുട്ട പൊരിച്ചതിനകത്ത് നമ്മുടെ തഴുതാമയാണ്. പിന്നെ ചാറുകറിയായിട്ടിന്ന് ചക്കക്കുരു മാങ്കറിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഉച്ചത്തെ ഊണിൻ്റെ കറികൾ. നമുക്കിത് പൊതിയട്ടെ. പിന്നെ ഉച്ചത്തെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റെസിപ്പി എങ്ങനെ വെച്ചെന്ന് നോക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കി കഴിയുമ്പം കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. അതിനുശേഷം പരിപ്പോടെ എന്നിട്ട് മൂപ്പിച്ചെടുക്കണം. പരിപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, കുറച്ച് തക്കാളിക്കായും ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ പരിപ്പ് ഒരിച്ചിരി മൂത്ത് പോയി, ഇത്ര മൂത്ത് പോകേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ കോവയ്ക്ക. കോവയ്ക്കയ്ക്ക് ഒരു എണ്ണമയം ഉണ്ടല്ലോ, ആ എണ്ണമയം നമ്മൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതങ്ങ് വറ്റിപ്പോകും കേട്ടോ, നല്ല ഡ്രൈ ആവും. പിന്നെ കുറച്ച് സവോള, ഒരു സവോള നാലായിട്ട് കീറി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് കുരുമുളക് പൊടി ഓപ്ഷനാണ് കേട്ടോ, വേണേൽ ചേർത്താൽ മതി. കാരണം വെച്ചാൽ പച്ചമുളകുണ്ട്, നമ്മൾ പിന്നെ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും എണ്ണ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ.